നമസ്കാരം. VMTV ന്യൂസ് ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇഞ്ചോട് ഇഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഒരു ദൂരത്തു നിന്നും തിരുവനന്തപുരത്തെ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെയാണ് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അവരുടെ വിശേഷങ്ങളിലൂടെ കുറച്ച് സമയം, അതിനുശേഷം ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഓക്കെ, ഏതൊക്കെ ക്ഷേത്രത്തിൽ പോയി? പത്മനാഭസ്വാമി ക്ഷേത്രം, അനന്തങ്കാട് ക്ഷേത്രം. ആറ്റുകാൽ പോയോ? ആറ്റുകാൽ ഇന്നലെ പോയി. ഓക്കെ, അപ്പോൾ സ്വന്തം സ്ഥലം പാലക്കാടാണ്. പാലക്കാട് നിന്ന് തിരുവനന്തപുരത്ത് എപ്പോൾ എത്തി? അല്ല, പാലക്കാട് ആക്ച്വലി ഞാൻ ഇവിടെയാണ്, തിരുവനന്തപുരത്താണ്. 14 years ആയിട്ട് ഞങ്ങൾ സ്റ്റേ. അപ്പോൾ ഇവരൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന ചേച്ചിയാണ്. ഓക്കെ, എവിടെയാ താമസം? എവിടെയാണ്? മലയൻകീഴിലാണ്. ശരി, ഇനിയിപ്പോൾ എവിടേക്കാണ് യാത്ര? ഇനിയിപ്പോൾ ഞങ്ങൾ മ്യൂസിയം ഒന്ന് കറങ്ങിയിട്ട് ജസ്റ്റ് ലുലു മാൾ ഷോപ്പിംഗ് ഒക്കെ വേണം അല്ലേ? നാളെ രാവിലെ പോവാണല്ലോ. ഓക്കെ, പേരെന്താണ് ചേച്ചി? എൻ്റെ ഗീത. ഓക്കെ, ജോലിയൊന്നും ചെയ്യുന്നുണ്ടോ? നമുക്കൊരു കമ്പനിയുണ്ട്. എവിടെയാണ്? പുന്നയ്ക്കാമോൾ, തിരുമല. എന്തിന്റെ കമ്പനിയാണ്? സെക്യൂരിറ്റി. സപ്ലൈ കമ്പനി. സപ്ലൈ. ഓക്കെ, അമ്മ സുഖായിരിക്കുന്നോ? ഹാപ്പിയാണോ? പത്മനാഭനോട് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിളിച്ച വിളിപ്പുറത്തെത്തുന്ന ആളാണ് അല്ലേ? മുന്നേ എത്രാമത്തെ പ്രാവശ്യമാണ് പത്മനാഭനെ കാണാൻ തിരുവനന്തപുരത്ത്? രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഓക്കെ, ഇന്ന് നല്ല കാലാവസ്ഥയാണ് അല്ലേ? തിരുവനന്തപുരത്ത് കാണാൻ ആഗ്രഹിക്കുന്ന മറ്റു സ്ഥലങ്ങൾ എന്തൊക്കെയാണ്? ആറ്റുകാലമ്മേനൊക്കെ പോയി തിരക്കുണ്ടായിരുന്നോ? സീസണൊക്കെ അങ്ങോട്ട് മാറിയല്ലോ, സ്കൂളൊക്കെ തുറന്നില്ല അല്ലേ? പേരെന്താണ് അമ്മയുടെ? ദേവികുട്ടി. ഓക്കെ, മുന്നേ ജോലി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? വീട്ടു ജോലിയൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു അല്ലേ? ശരി ശരി. അമ്മ സുഖായിരിക്കുന്നോ? സുഖായിരിക്കുന്നു. ഓക്കെ, ഇതില് കുറച്ചും കൂടി ആക്റ്റീവായ അമ്മ ഈ അമ്മയാണോ? ആണോ? എല്ലാത്തിനും വിശ്വറായിട്ട് നിൽക്കുന്ന അമ്മയാണോ? കറക്റ്റ് ആണോ? ഞാൻ പറഞ്ഞ കറക്റ്റ്? കറക്റ്റ് ആണ്. അമ്മയുടെ പേരെന്താണ്? സരോജിനി. സരോജിനി. മുന്നേ എന്തെങ്കിലും ജോലിയും ചെയ്തായിരുന്നോ അമ്മ? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നീട് ആ ജോലിയൊക്കെ മാറ്റിയിട്ട് വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ റിട്ടയർമെന്റ് ശേഷം ഇപ്പം വീട്ടിലൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നു അല്ലേ? ഓക്കെ ഓക്കെ. ഏത് മേഖലയായിരുന്നു ജോലി? വാച്ച് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത് അല്ലേ? ശരി ശരി ശരി. അമ്മയുടെ പേരെന്താണ്? രാധ. എല്ലാവരും പാലക്കാട് തന്നെയാണ്? എല്ലാവരും ഒറ്റ കുടുംബം? അങ്ങനെ. ശരി. ഓക്കെ ഓക്കെ. ഒറ്റപ്പാലത്തല്ലേ? സുന്ദരമായിട്ടുള്ള സ്ഥലമല്ലേ? മനോഹരമായിട്ടുള്ള സ്ഥലം. ഓക്കെ, സുഖമായിരിക്കുന്നു? എല്ലാ വിഷമങ്ങളൊക്കെ പത്മനാഭനോടൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിരിക്കുക അല്ലേ? ഓക്കെ, നമസ്കാരം സാർ. സാർ ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പരീക്ഷ എന്ന് പറയുമ്പോൾ പേടി തുടങ്ങി. പരീക്ഷ ചോദ്യമൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു പേടിയാണ്. അത് കുഴപ്പമില്ല. സാറിന്റെ പേരെന്താണ്? എന്റെ പേര് സേതുമാധവൻ. ജോലി എന്തായിരുന്നു സാർ? ജോലി ഞാൻ IIT ബോംബെയിലായിരുന്നു. ഓക്കെ ഓക്കെ. എല്ലാം വിട്ട് ഇപ്പൊ റിട്ടയർ ലൈഫ് നാട്ടിൽ സെറ്റിൽ ആയിരിക്കും. ഈ റിട്ടയർ ലൈഫ് പൊതുവെ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രായം കൂടുന്നു എന്ന് പൊതുവെ പറയാറുണ്ട്. അത് സത്യമാണോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രായം എപ്പോഴും എനിക്കത് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. പല കാര്യത്തിലായിട്ട് താങ്കൾ വളരെ ബിസിയാണ്. നാട്ടിലത്തെ സോഷ്യൽ ആക്ടിവിറ്റീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ബിസിയാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു ബോർ അടിച്ചിട്ടില്ല. ലൈഫ് ഹാപ്പിയാണ്. ശരി ശരി. അപ്പോൾ ഇത് ഇടക്കിടക്ക് തിരുവനന്തപുരത്തേക്ക് വന്ന ഒരാളായിരിക്കുമല്ലോ? വന്നിട്ടുണ്ടോ മുന്നേ? ഇല്ല, അതിന്റെ മുമ്പേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ അല്ലേ? ശരി ശരി. ഓക്കെ, ഇവിടുത്തെ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. സ്പെഷ്യൽ എന്താണ് കഴിച്ചത് ഇവിടുത്തെ? ബോളി കഴിച്ചാ? ബോളി കഴിച്ചില്ല. ഉച്ചക്ക് കഴിക്കണം അല്ലേ? പിന്നെന്തൊക്കെ കഴിച്ചു രാവിലെ? ഉച്ചയ്ക്ക് നിങ്ങൾ സാധാരണ മെയിൽസ് തന്നെ കഴിച്ചു. ഈ പാലക്കാട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ വെജിറ്റേറിയന്റെ ഒക്കെ ഒരു സുന്ദരമായിട്ടുള്ള സ്ഥലമല്ലേ? ഇവിടെ എങ്ങനെയാ തോന്നുന്നു? ഫുഡ് നന്നായിരുന്നോ? എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞായിരുന്നു ആളോട് ഭക്ഷണം കഴിച്ചപ്പോ? എന്തോ പറഞ്ഞല്ലോ, എന്തോ ഉപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ? നല്ല ഫുഡാണ്. ശരി, പാലക്കാട് ഫുഡിനും ഇവിടുത്തെ ഫുഡിനും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. ഏത് കാര്യത്തിനായിരിക്കും? നമ്മുടെ പാലക്കാടൻ അവിയൽ, എലിശ്ശേരി അങ്ങനെയുള്ള കാര്യങ്ങളില്ല. ഞങ്ങൾ ഇന്നലെ ഹോട്ടലിൽ പോയിട്ട് ഊണ് കഴിച്ചു. അവർ തന്നില്ല കറികളെ നോക്കുമ്പോൾ ആ ടേസ്റ്റ് ഇവിടെ ഡിഫറെന്റ് ടേസ്റ്റ്. ഇത് നന്നല്ലാന്ന് ഞാൻ പറയില്ല, നന്നായിട്ടുണ്ട്. ഡിഫറെന്റ് ആണ് അല്ലേ? ഓരോ നാടിന്റെയും അതിന്റെ കൾച്ചറിനനുസരിച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് പൊതുവേ ഉണ്ടാവും. ശരി, അപ്പോൾ മ്യൂസിയം കാണാനും ആഘോഷിക്കാനൊക്കെ വന്നിരിക്കുന്നു. പാട്ട് പാടും അമ്മ? എനിക്ക് അറിയാട്ടെ, ഞാൻ കണ്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ല നല്ല ആക്റ്റീവ് അല്ല. രണ്ടുപേരും പാടും അമ്മ. എല്ലാരും കേൾക്കട്ടെ. അമ്മ പാടിയോ? ഓ, നോ പ്രോബ്ലം. ജിന്ദഗി ഗലെ ലഗാ ലേ, ജിന്ദഗി ഗലെ ലഗാ ലേ. സൂപ്പർ. അടിപൊളി. അപ്പോൾ ഞങ്ങളെ കാര്യപരിപാടിയിലേക്ക് കിടക്കാം. ഞങ്ങൾ വന്നിരിക്കുന്നത് VMTV ചാനലിലെ ഒരു പ്രോഗ്രാമാണ്. ഇഞ്ചോട് ഇഞ്ച് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഇതിൽ GK ആയിട്ടൊന്നും ഒരു ബന്ധമില്ല, അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട സാർ. ഓക്കെ, ചോദിക്കുന്നത് ഫണ്ണിയാണ്. ഫണ്ണി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കേട്ടതോ എല്ലാ ഓരോ പ്രൊഡക്റ്റിൻ്റെ പുറകിലും ഒരു കുസൃതി ഒളിഞ്ഞ് കിടക്കുന്നുണ്ടോ? എല്ലാത്തിനും അല്ലേ? ആ കുസൃതി നമ്മൾ തേടി നടന്ന് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാക്കിയിട്ട് വരുന്നവരോട് ചോദിക്കുന്ന ഒരു പരിപാടി. ഇതിൽ ആരാണ്, ഞാൻ 10 ചോദ്യങ്ങൾ ചോദിക്കും. 10 ചോദ്യത്തിൽ ആരാണോ കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്കാണ് സമ്മാനം. ഓക്കെ, ശരി. എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തന്നല്ലോ നമ്മളെ ഗൈഡ്, എല്ലാം കാണിച്ചു തന്നു. ശരി, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ചോദ്യം കേട്ടോ. ഇത് ചെറിയൊരു വാക്കാണ്. ഇതിന് 2 അക്ഷരമേ ഉള്ളൂ, മലയാളത്തിലാണ്. ഓക്കെ, പക്ഷേ 2 അക്ഷരമുണ്ടെങ്കിലും ഒരക്ഷരം എന്ന പദം മാത്രം ചേർത്ത് പറയുന്ന വാക്കേതാണ്?
ഇതിന് 2 അക്ഷരമുണ്ട് യഥാർത്ഥത്തിൽ, പക്ഷേ ഒരക്ഷരം എന്ന വാക്ക് ചേർത്ത് പറയുന്ന ഒരു ചെറിയൊരു വാക്ക്. അതിന് ശരിക്കും അതിന് അർത്ഥം എന്താണെന്നുള്ളത് ഇതുവരെ മലയാളികൾക്ക് അത് പിടികിട്ടിയിട്ടില്ല. ഓം എന്ന് പറഞ്ഞ അങ്ങനെയല്ല, ഇതിന് 2 അക്ഷരമുണ്ട്. ഓക്കെ, 2 അക്ഷരമുണ്ട്. പക്ഷേ ഈ വാക്ക് നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് പറയും ഒരക്ഷരം പറഞ്ഞു പോകരുത്. പക്ഷേ ഇതിൻ്റെ ഈ അർത്ഥം എന്താണെന്നുള്ളത്, ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് മലയാളികൾക്ക് ഇനിയും പിടികിട്ടിയിട്ടില്ല. കാമ എന്നൊരക്ഷരം. കമ, കമ എന്നൊരക്ഷരം, കമ എന്നൊരക്ഷരം. യഥാർത്ഥത്തിൽ അത് 2 അക്ഷരമുണ്ട് അല്ലേ, കമ. യഥാർത്ഥത്തിൽ ആക്ച്വലി കമ എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം? എടുത്ത് പിടികിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ പൊതുവെ പറയും കമ എന്നൊരക്ഷരം വേണ്ടി പോകരുത്. പക്ഷെ അതിന്റെ കമ എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്ന് ഇതുവരെ മലയാളികൾക്ക് പിടിയിട്ടില്ല. സാർ എവിടെയും കേട്ടിട്ടുണ്ടോ ഇത്? അത് കേട്ടിട്ടില്ല. ഓക്കെ, കമ എന്ന് പറയുമ്പോൾ നമുക്ക് 2 അക്ഷരമുണ്ട്. പക്ഷെ ഇതിനോടൊപ്പം ചേർത്ത് പറയുന്നത് ഒരു അക്ഷരം വേണ്ടി പോരുന്നത്. റൈറ്റ് ആൻസർ. നല്ല കൈഡി കൊടുക്കും. പക്ഷേ നമുക്ക് നല്ല കൈഡി കൊടുക്ക്. ഓക്കെ, അടുത്ത ചോദ്യമാണ്, 2ാമത്തെ ചോദ്യം. ധാരാളം ആൾക്കാർ കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? ഒരുപാട് ആൾക്കാർ കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം. ഈ ഒരു ഇംഗ്ലീഷ് അക്ഷരം കുസൃതിയാണേ, ഒരു ഇംഗ്ലീഷ് അക്ഷരം. ഇതിൽ ഒരുപാട് ആൾക്കാർ കൂടും. അപ്പോൾ പക്ഷെ പൊതുവേ നമ്മൾ ഇതിനെ പറയുന്നൊരു പേരാണത്. അതായത് ഫസ്റ്റ് ഉത്തരം കമ എന്നൊരു അക്ഷരം ഉണ്ടത്. ഓക്കെ, റൈറ്റ്. 2ാമത്തെ ചോദ്യം, ഒരുപാട് പേര് ക്യൂ. റൈറ്റ് ആൻസർ, ക്യൂ. അതായത് ധാരാളം ആൾക്കാർ കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം ക്യൂ. കണ്ടു പഠിക്കമ്മ. ശരി, അപ്പോൾ 3ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിച്ചേട്ടോ. നമുക്ക് ഈ മനുഷ്യ ശരീരത്തിന് ഹാനികരമാകുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാലും നമ്മൾ ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ച്, നമുക്കറിയാം അത് കഴിച്ചാൽ അസുഖമാണ് എന്നറിഞ്ഞിട്ട് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ചോദ്യം കേട്ടോ, മനുഷ്യ ശരീരത്തിന് ഹാനികരം ആകുന്ന ഒരു വസ്തുവിൽ നിന്നുണ്ടാകുന്ന ഒന്ന്, അതായത് മനുഷ്യ ശരീരത്തിന് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സംഭവം, അതിൻ്റെ പേരും എല്ലാ മൊബൈൽ ഫോണുകളിലും കാണാം. എന്താണ്? അതായത് മനുഷ്യ ശരീരത്തിന് ഹാനികരമാകുന്ന ഒരു പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സംഭവം, അതിൻ്റെ പേര് എല്ലാ മൊബൈൽ ഫോണുകളിൽ കാണാം. എന്താണ്? മൊബൈൽ ഫോണുകളിലൊക്കെ എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരല്ലേ? മൊബൈൽ ഫോണിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് ചിലപ്പോൾ നമ്മൾ പറയും ഇന്ന നമ്പർ അടിച്ച് നമുക്ക് കസ്റ്റമർ കെയറിൽ കിട്ടാം, ഇന്ന നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് റീചാർജ് ചെയ്യാമെന്നൊക്കെ പറയും. അതിൽ വരുന്നൊരു പേരാണ്, അതായത് മനുഷ്യ ശരീരത്തിന് ഹാനികരമാകുന്ന ഒരു പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സംഭവത്തിൻ്റെ പേര് മിക്കവാറും എല്ലാ മൊബൈലുകളിലും കാണാം. ഒരു ക്ലൂ ഞാൻ തരാം. മൊബൈൽ സ്വിച്ചുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ് ഇത്. മൊബൈൽ സ്വിച്ചുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ്. മനുഷ്യ ശരീരത്തിന് ഹാനികരമാകുന്ന ഒരു പ്രൊഡക്റ്റിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സംഭവവും അതിൻ്റെ പേര് എല്ലാ മൊബൈൽ ഫോണുകളിലും കാണാം. മൊബൈൽ സ്വിച്ചിലുണ്ടാവുന്ന ഒരു പേരാണത്. യൂട്യൂബ് അല്ല, മൊബൈൽ സ്വിച്ച് ഇല്ലേ മേ അമ്മ? മൊബൈൽ സ്വിച്ച് വരുന്നില്ല, സ്വിച്ചിന് നമ്മൾ പറയുന്ന ഒരു പേരാണ്. 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ സ്വിച്ച് ഇല്ലേ, അതിലൊരു സംഭവത്തിന് പറയുന്ന ഒരു പേര്. കീബോർഡിന് അങ്ങനെ ഹാനികരമില്ലല്ലോ. അല്ല, ഒരു സ്വിച്ചിന് നമ്മൾ പൊതുവെ പറയുന്ന ഒരു പേരാണ്. ഏതൊക്കെ സ്വിച്ചുകളുണ്ടെന്ന് പറഞ്ഞാട്ടെ മൊബൈൽ ഫോണിൽ? 1, 2, 3 പറഞ്ഞോ. 3, 4 ഇല്ല, ഡെലിഷൻ അങ്ങനെ ഉള്ള സ്വിച്ചാണ്. അതിൽ നമ്മുടെ 1, 2, 3 എന്നുള്ള 1, 2, 3 മൊബൈൽ ഫോണിൽ ഒരുപാട് സ്വിച്ച് കാണുന്നുണ്ടല്ലോ. 1, 2, 3 മാത്രമല്ല, കീബോർഡിൽ ഒരുപാട് സ്വിച്ചുകൾ കാണുന്നുണ്ട്. അതിലൊരു സ്വിച്ചിന് പറയുന്ന ഒരു പേരും ഈ ഒരു മനുഷ്യ ശരീരത്തിന് ഹാനികരമാകുന്ന ഒരു പ്രൊഡക്റ്റിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അതുമാത്രമല്ല, നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നതാണ് ഇതൊക്കെ. മൊബൈൽ ഫോണിൽ ഏതൊക്കെ സ്വിച്ച് ഉണ്ടെന്ന് പറയാം? 1 ഒന്നിൻ്റെ സ്വിച്ച് ഉണ്ട്, 2, 3, 4, 5, 6, 7, 8, 9, പിന്നെയുള്ളത് 0. പിന്നെ വരുന്ന സ്വിച്ചുകൾ ആൽഫബറ്റ്സ്. അതല്ലാതെ പിന്നെ സിമ്പിൾസ്. സിമ്പിൾസ് ഏതൊക്കെയാണ് വരുന്നത്? പിന്നെ അതുപോലെ വരുന്നില്ല. ഞാനൊട്ടും മോശക്കാരനല്ല. അതായത് മനുഷ്യ ശരീരത്തിന് ഹാനികരമാകുന്ന ഒരു പ്രൊഡക്റ്റിൽ നിന്നുണ്ടാകുന്ന ഒന്ന് മിക്കവാറും എല്ലാ മൊബൈൽ ഫോണുകളിലും കാണാം. റൈറ്റ് അല്ലേ? ഹാനികരം എന്ന് പറഞ്ഞാൽ സിഗരറ്റ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, അത് 3ാമത്തെ ചോദ്യം. സാർ ഇപ്പോൾ ഒരു ഉത്തരം പറഞ്ഞിരിക്കുന്നു, മാം ഇപ്പോൾ 2 ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അത് 4ാമത്തെ ചോദ്യം. ഒരു സ്ത്രീയുടെ പേരും ഒരു ഉപകരണത്തിന്റെ പേരും ഒന്നാണ്. സ്ത്രീയുടെ പേരും ഒരു ഉപകരണം മീൻസ് വാദ്യോപകരണം. സിമ്പിൾ, വളരെ. വീണ. റൈറ്റ് ആൻസർ. ഓക്കെ, വീണ. ഒരു സ്ത്രീയുടെ പേരും ഉപകരണത്തിന്റെ പേരും ഒന്നാണ്. ഉത്തരം പറഞ്ഞിരിക്കുന്നത് വീണ എന്നുള്ളത് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ചോദ്യം. എൻ്റെ പേര് പറഞ്ഞാൽ ഞാൻ ഇല്ലാതാകും. അതായത് ഈ സംഭവത്തിൻ്റെ പേര് പറഞ്ഞാൽ ഇത് ഇല്ലാതായി പോകും. എന്താണ്? അതായത് ഇതിനെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഇതിൻ്റെ പേര് പറഞ്ഞാൽ അത് ഇല്ലാതായി പോകും. വാനിഷ് അല്ല, വാനിഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര്
അതിൻ്റെ ഒരു പേരുണ്ട്. മിക്കവാറും ചില സ്ഥലങ്ങളൊക്കെ ഇത് എഴുതി വെച്ചിട്ട് കാണാം. ചില സ്ഥലം പ്രത്യേകിച്ച് ചിലപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഈ അക്വേറിയം ഇതുപോലെ തന്നെ ഇതൊക്കെ ഇവിടെ സ്ഥലങ്ങളിലൊക്കെ പുറത്തിൽ ചിലപ്പോൾ എഴുതി അല്ല 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 എൻ്റെ പേര് പറഞ്ഞാൽ ഞാൻ ഇല്ലാതാകും സാർ. ചില സ്ഥലങ്ങളിലൊക്കെ ഈ ചില ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ആറ്റുകാലിൽ പോയപ്പോൾ അവിടെയും കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ പേര് പറഞ്ഞാൽ ഇതില്ലാണ്ടായി പോകും. പുകവലിയല്ല, ഇതിൻ്റെ ഒരു പേരാണ്. പേര് പറഞ്ഞാൽ ഇതില്ലാണ്ടാവും. എല്ലാ സൈലൻസ് റൈറ്റ് ആൻസർ. നിശബ്ദത, സൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശബ്ദം വന്നില്ലേ? ആ ഓക്കെ, സൈലൻസ് എന്ന് പറഞ്ഞ പേര് പറഞ്ഞാൽ ഈ സൈലൻസ് ഇല്ലാണ്ടാവില്ലേ? ഇതൊക്കെ എവിടെ വെച്ചിരിക്കണേ? ഓക്കെ, അടുത്ത ചോദ്യമാണ്. ആനയുടെ അത്ര വലിപ്പം എന്നാൽ തീരെ ഭാരമില്ലാത്ത എന്താണ്? ആനയുടെ അത്ര വലിപ്പം തന്നെ ഉണ്ട്, പക്ഷെ അതിന് തീരെ ഭാരമില്ല. ആനയുടെ വെയിറ്റ്ലെസ് പ്രതിമയാണോ? ഏതാണ്ട് കടുത്തെത്തി. ആനയുടെ അത്ര തന്നെ കാണാനുണ്ട്, പക്ഷെ തീരെ ഭാരമില്ലാത്ത എന്താണ്? വെയിറ്റ്ലെസ് പ്രതിമയാണോ? വെയിറ്റ്ലെസ് പ്രതിമക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ചെറിയൊരു വെയിറ്റ് എങ്കിലും ഉണ്ടാവും. ആനയുടെ പടം പിന്നെ ആനയുടെ അത്ര തന്നെ ഉണ്ടാവും. ആനയുടെ ഫോട്ടോ ഒന്നുകൂടി ഒന്ന് നമുക്ക് പരിഷ്കരിച്ച് പറഞ്ഞാൽ എല്ലാ വ്യക്തികളുടെ കൂടെ നടക്കുന്നത് നിഴൽ. റൈറ്റ് ആൻസർ. ആനയുടെ നിഴലിലാണ് ആനയുടെ വലിപ്പം അല്ല അത്ര തന്നെ ഉണ്ടെങ്കിലും പക്ഷെ അത് തീരെ ഭാരമില്ലാത്തത്. ഓക്കെ, അടുത്ത ചോദ്യമാണേ. അപ്പോൾ ചേച്ചി 3 ഉത്തരം പറഞ്ഞു. ഓക്കെ, അതിൻ്റെ അഹങ്കാരം ഉണ്ട് കേട്ടോ മൊത്തം. അടുത്ത ചോദ്യം. ഈച്ച പോയാൽ തണുക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അതായത് 3 അക്ഷരങ്ങൾ, അതിൽ നിന്നും ഈച്ച എന്ന് അർത്ഥം വരുന്ന ഒരു അക്ഷരം പോയി കഴിഞ്ഞാൽ തണുക്കും. എന്താണ്? ഈച്ച എന്ന അർത്ഥം വരുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം പോയി കഴിഞ്ഞാൽ തണുക്കും. അടുത്തടുത്തുള്ള 3 അക്ഷരങ്ങൾ, അതായത് അടുത്തടുത്തുള്ള 3 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ, അതിൽ നിന്നും ഈച്ച പോയാൽ തണുക്കുന്നത് എന്താണ്? ഇംഗ്ലീഷ് അക്ഷരമായി അല്ല, ഈച്ച പോയാൽ തണുക്കും. ഏതൊക്കെ അക്ഷരങ്ങളായി വരും അപ്പോൾ? അതിൽ ബി പോയാൽ റൈറ്റ് ആൻസർ. ABC, അതിൽ ഈച്ച പോയാൽ തണുക്കും, അതായത് ബി പോയാൽ AC ആകും. റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. നമുക്ക് പല അസുഖങ്ങളും ഉണ്ട് അല്ലേ? നമുക്ക് വാർദ്ധക്യമാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ചോദ്യം. റബ്ബർ ബാൻഡ് ഇല്ലേ? റബ്ബർ ബാൻഡിന് വരുന്ന അസുഖം ഏതാണ്? കുസൃതിയാണേ. അതിന് വരുന്ന അസുഖം വലിവ്. ഒന്ന് വലിച്ചേ അല്ലേ? നമ്മളൊക്കെ ചിന്തിച്ച് നിർത്തുന്നിടത്ത് ലാസ്റ്റ് 2 ചോദ്യമാണ്. രണ്ട് ചോദ്യം. ഇഷ്ടംപോലെ നമുക്ക് ഫ്രൂട്ട്സ് അല്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ചില ഫ്രൂട്ട്സുകൾ നല്ലതാണ്, ചില ഫ്രൂട്ട്സുകൾ മോശമാണ്, ശരീരത്തിന് മോശം. ചോദ്യം. കട്ടക്ക് കൂടെ നിൽക്കുന്ന ഫ്രൂട്ട് എന്നറിയപ്പെടുന്നത് എന്താണ്? കുസൃതി. കട്ടക്ക് കൂടെ നിൽക്കുന്ന ഒരു ഫ്രൂട്ട്, ഈ ഫ്രൂട്ടിന്റെ പേരും കട്ടക്ക് കൂടെ നിൽക്കും എന്ന് പറയുന്നതും സെയിം ആണ്. കട്ടക്ക് കൂടെ നിൽക്കുക എന്ന് പറയുന്നില്ല, എന്ത് ആപത്ത് വന്നാലും കൂടെ നിൽക്കുന്നെന്ന് പറയാറില്ലേ? അതും ഈ ഫ്രൂട്ടിന്റെ പേര് ഏതാണ്ട് സെയിം ആണ്. ജാക്ക് ഫ്രൂട്ട് അല്ല, അത് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന എന്ന് അർത്ഥം വരുന്ന ഒരു ഫ്രൂട്ട്. മാംഗോ അല്ല, ഫ്രൂട്ടി അല്ല, നേന്ത്രപ്പഴം അല്ല. ഇതൊക്കെ ശരി നല്ലതാണേ, പക്ഷെ കട്ടക്ക് കൂടെ നിൽക്കുന്നു എന്നറിയപ്പെടുന്ന രീതിയിലുള്ള ഫ്രൂട്ട് നമ്മളെല്ലാം കഴിക്കുന്നതാണ്. ഇത് ഷെയ്ക്ക് ആക്കിയിട്ടും ജ്യൂസ് ആക്കിയിട്ടും കുടിക്കുന്നതല്ല എന്ന് പറയും. കൊക്കനട്ട് അല്ല, ഓറഞ്ച് അല്ല. സിമ്പിൾ, നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്നതായിരിക്കും ചിലപ്പോൾ. മാമ്പഴമല്ല, ബനാനയല്ല. ഇപ്പൊ ഏതാണ്ടൊക്കെ എല്ലാ ഫ്രൂട്ടും ആയി. ഇത് പപ്പായ അല്ല. ഇനിയിപ്പോ ഈ ഉത്തരം മാത്രമേ പറയാനുള്ളൂ. അല്ല, പൈനാപ്പിൾ. പിന്നെ ഈ ഒരു പേര് വരണം. പാഷൻ ഫ്രൂട്ട് അല്ല, നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാവും. ആ വീടുകളിലൊക്കെ നമ്മൾ വളർത്തും. ഇത് ജ്യൂസ് അടിക്കാറുണ്ട്, ഷെയ്ക്ക് അടിക്കാറുണ്ട്. നമ്മൾ ചിലപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് പറയാണ് ഷെയ്ക്ക് വേണമെന്ന് പറയുമ്പോൾ ഏതൊക്കെ ഷെയ്ക്കാണെന്ന് പറയുന്ന സമയത്ത് അവരിങ്ങനെ തുടങ്ങൂലേ, ഷാർജ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തുടങ്ങൂലേ, അതിലൊരു പേരാണ്. മാംഗോ ഷേക്ക്, കൊയ്യാന്ന് പറയുമ്പോൾ അതൊരു ഇംഗ്ലീഷിലേക്ക് പറയുമ്പോൾ മലയാളത്തിലൊക്കെ കറക്റ്റായിട്ട് പറയുമ്പോൾ ഞാൻ അതിൻ്റെ ഉത്തരം പറയാം. ഞാൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം നിങ്ങൾ പറഞ്ഞതിലുണ്ടോ? ചിലപ്പോൾ ചില സ്ഥലങ്ങളിലേക്ക് ഇതിന് ഒരു മാറ്റമുണ്ട്. അതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് സപ്പോട്ട. നാവിന്റെ തുമ്പത്ത് വന്നായിരുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യം. അതെ, അപ്പോൾ ചേച്ചി ഇപ്പോൾ 3 ഉത്തരം പറഞ്ഞു. അങ്ങനെ ഓക്കെ, റെഡി. 10ാമത്തെ ചോദ്യം. വലിച്ചാൽ വലുതാകുന്നത് റബ്ബർ ആണെങ്കിൽ വലിച്ചാൽ ചെറുതാകുന്നത് എന്താണ്? വലിച്ചാൽ ചെറുതാകുന്നത് എന്താണ്?
വലിച്ചാൽ വലുതാകുന്നത് റബ്ബർ ആണെങ്കിൽ വലിച്ചാൽ ചെറുതാകുന്നത് എന്താണ്? സിഗരറ്റ്. സിഗരറ്റ്. റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ എന്തായാലും കുഴപ്പമില്ല. വലിച്ചാൽ വലുതാകുന്നത് റബ്ബർ ആണെങ്കിൽ വലിച്ചാൽ ചെറുതാകുന്നത് സിഗരറ്റ്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ 10 ചോദ്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ചേച്ചി കൂടുതൽ കൂടുതൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചിയുടെ പേരൊന്നും കൂടി പറയാം. ഗീത. ഗീത. അപ്പൊ ഗീത ചേച്ചിയാണ് തിരുവനന്തപുരംകാർ ഒറ്റ മോശമല്ല അല്ലേ? എവിടെയാണ് പഠിച്ചത്? മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് പഠിച്ചത്. അവിടുന്ന് കുസൃതി ചോദ്യമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ 10ൽ 3 ഉത്തരം പറഞ്ഞിരിക്കും നമ്മളെ പ്രിയപ്പെട്ട ചേച്ചിക്ക് VMTV ന്യൂസ് ചാനലിൻ്റെ ഇഞ്ചോടിഞ്ച് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ സ്നേഹം നിറഞ്ഞ സമ്മാനം. അപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചാനൽ VMTV ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് വാർത്തകളും പ്രോഗ്രാമുകളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇതാ മാഡം, ഓക്കെ, എല്ലാവരും ഒന്ന് ടച്ച് ചെയ്ത് പിടിക്കുക. എല്ലാവരും ഒന്ന് ടച്ച് ചെയ്ത് പിടിച്ചേ. എല്ലാ അമ്മമാർക്കും ഇതാ ചേട്ടൻ എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് പാലക്കാടേക്കാണോ അല്ലെ തിരുവനന്തപുരത്തേക്കാണോ? നമ്മൾ ആദ്യം ഇതിലൊന്ന് കറങ്ങി കാണട്ടെ അല്ലേ? അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഇഞ്ചോടിഞ്ചിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുന്നു. നമ്മുടെ പ്രോഗ്രാം ഇഷ്ടമായോ? ചോദ്യങ്ങളൊക്കെ ഇഷ്ടമായോ? ഹാപ്പി ആണല്ലോ? അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. എല്ലാവരും ടാറ്റ പറഞ്ഞ അമ്മമാരെ. ബൈ.